എന്താ ഒരു ആൾക്കൂട്ടം എനിക്ക് പറഞ്ഞൂടാ. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രണ്ടുപേരുടെയും ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. അപ്പൊ എന്തായാലും നിങ്ങള് അത് പോയി കണ്ടോ. ഇഷ്ടപ്പെട്ട കളറൊക്കെ വെച്ചാൽ മോനെ ഡെക്കറേറ്റ് ചെയ്തിരിക്കണം. ഇഷ്ടപ്പെട്ടോ? ആരോ സെറ്റ് ചെയ്ത് വെച്ചാ. ഹാപ്പി ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ യു വാസ്കോ, ഹാപ്പി ബർത്ത്ഡേ ടു യു. വാസ്കോ എത്ര വയസ്സായി? വാസ്കോ എത്ര വയസ്സായി? അല്ലേ വാസ്കോ ബൂക്യാമ്പിൽ ഇപ്പൊ ഭാവ? ഓ ഇവിടെ ഉണ്ടല്ലേ, സോറി, നിന്നെ ഞാൻ കണ്ടില്ലായിരുന്നു, സോറിടാ. ചാമ്പ് 2-3 കേക്ക് എടുത്ത് ചാമ്പ് വാസ്കോ, ഇന്ന് നിന്റെ ദിവസം, നീ 2-3 കേക്ക് എടുത്ത് ചാമ്പ്. എന്റെ ലൈഫ് ഞാൻ കണ്ടിട്ടില്ല. കൂടെ നിർത്തിക്കൊണ്ട് പറയാ, സ്വന്തം ബർത്ത്ഡേ ആവുമ്പോ നൈസിനൊക്കെ വീട്ടിൽ പോകും. സെലിബ്രേറ്റ് ചെയ്യുന്നതും ഗിഫ്റ്റ് ആയി കൊടുക്കുന്നതൊക്കെ പുച്ച. 2300 ഫോളോവേഴ്സ് ആയി അതിന്റെ അല്ലേ? വിഷുവിന് അന്നായിരുന്നു എന്റെ ബർത്ത്ഡേ. അപ്പം വീട്ടിൽ പോണേക്കാ അമ്മ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിന് മുന്നേ ദിവസം ഞാൻ പോയപ്പോഴും അമ്മ വരണേന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിട്ടു. എന്നിട്ട് വൈകുന്നേരം ആവുമ്പോ ഇങ്ങ് വാടാന്ന് പറഞ്ഞു. 6 മണിക്ക് ശേഷം ബസ്സില്ലാത്ത 6 മണിക്ക് ശേഷം വണ്ടിയില്ലാന്ന് പറഞ്ഞ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, എടാ നൈറ്റ് ആണെങ്കിൽ ഞാൻ വരാം, അത് കുറച്ച് വൈകും, അമ്പലത്തിൽ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു ഓവർനൈറ്റ് ആയാലും വരാം. എന്ത് ഉടായിപ്പോടാ നീ? ആലോചിച്ചു കഴിച്ചു, ഇത്രയും സ്നേഹത്തോടെ ഒരാള് ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ ഒരു കേക്കേ ഉള്ളൂ, അതെങ്കിലും കട്ട് ചെയ്യാൻ നമ്മൾ വിളിക്കുന്ന സമയത്തെ വേണ്ടാന്ന് പറഞ്ഞിട്ട് സെലിബ്രേറ്റ് ആയി പോയില്ലേ? അഡിഡാസും സെലിബ്രേറ്റ് ഇവിടെ കേക്ക് വന്നില്ല, ഇതിപ്പോ ഒന്ന് കളർഫുൾ കേക്ക്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു ഡിയർ ഡൊമേറ്റ. അതെ, അപ്പൊ ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. അതായത് കിടന്ന് എഴുതി ഫുള്ള് ഫിനിച്ചായിട്ട് കാണാനല്ലേ ബൈ. നിനക്ക് ഗിഫ്റ്റ് വേണ്ടി വാസ്കോ? ഗിഫ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഈ തിരക്കിനിടയിൽ യാത്രയുടെ ഇടയിൽ വാങ്ങാൻ പറ്റിയിട്ടില്ല. വിഷമമുണ്ടോ? പിന്നെ ടീഷർട്ടൊക്കെ വാങ്ങി തന്നു. ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും ക്ലിപ്പ് ആഡ് ചെയ്യുന്നതാണ്, ഇവിടെ വെച്ചായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ വാസ്കോ വയ്ക്കും. അതേപോലെ തന്നെ ഡോം ആയിരുന്നു, ഗിഫ്റ്റ് കൊടുത്തില്ലായിരുന്നു. അപ്പൊ എന്തായാലും നമ്മുടെ ആ ഒരു ഗിഫ്റ്റ് കൊടുക്കൽ ചടങ്ങ് ആരംഭിക്കാം. എനിക്ക് പറഞ്ഞാലേ ഇവന് ഗിഫ്റ്റ് ഒന്നും കൊടുക്കാൻ പാടില്ല. കാരണം ബർത്ത്ഡേ സമയമാകുമ്പോൾ നൈസ് കണ്ടത് അവന് ഇത് ഇഷ്ടമല്ല. 2300 ഫോളോവേഴ്സ് ഉള്ളതുകൊണ്ട് അവനാരും ഫോളോ ചെയ്യുന്ന, ഇവൻ ആരെങ്കിലും ഇവിടെ നിന്ന് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അൺഫോളോ ചെയ്യാം. അന്തം വിട്ട ചാടിയാണ്. ഇവൻ ബർത്ത്ഡേക്ക് നൈസിന് അങ്ങ് പോയി. ഞാൻ പറഞ്ഞടാ വിഷുവിന്റെ അന്നായിരുന്നു. ഞാൻ പറഞ്ഞടാ ഇന്ന് വായോ, രാത്രിയെങ്കിലും വാ. ഇല്ല, വണ്ടിയില്ല. പറഞ്ഞടാ നൈറ്റ് ആയാലും കുഴപ്പമില്ല, വന്നെടുക്കുക. നമ്മള് ഇഷ്ടപ്പെടുന്ന ഒരു കേക്ക് മുറിക്കാന്ന് പറഞ്ഞാൽ അവന് പുച്ഛമാണ്. അവനേതോ ഹോളിവുഡ് ഇല്ലാണ്ട് വിളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഈ ഗിഫ്റ്റ് ഞങ്ങൾ കൊടുക്കുന്നില്ല. നിങ്ങളെല്ലാരും ഇതൊന്ന് കണ്ടുവച്ചു. ഏതെങ്കിലും വ്ലോഗിൽ ഇതിന്റെ അവസ്ഥ നമ്മൾ കാണിച്ചു. ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ 2 മോഡൽ ഏത് വേണമെന്ന് ചോദിക്കാൻ വേണ്ടി തല കുത്തനെ നടന്ന് വിളിച്ചു. എടുക്കത്തില്ല. വെഹിക്കിൾ ഡ്രൈവിംഗ് കുറച്ച് സ്റ്റാൻഡേർഡാ, പക്ഷെ സ്പെല്ലിംഗ് വെച്ചറിയാം. ഇവന് ഇഷ്ടപ്പെട്ട പൈനാപ്പിൾ ഇതിന്റെ കൊല്ലം നോക്കി വെച്ചോളാം. അടുത്ത പോയി കാണിക്കാം. അത് കയ്യിലിടുന്നല്ലേ, കാലിലിടുന്ന. ഇതിൽ കൂടിയ സൈസ് അവിടെ ഇല്ല. അപ്പൊ എന്തായാലും നിങ്ങൾ ഇവർ കൊടുക്കുന്ന മധുര കണ്ടിട്ടുള്ള ഇവരെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എല്ലാവരും പറയുന്നുണ്ട്. അതും പോയി കണ്ടിട്ടോ.
ഗൈസ്, അപ്പൊ നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാലോ. അപ്പം നാളെ നമ്മുടെ ഇച്ചാന്റെ ബർത്ത്ഡേ ആണ്. അതേപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഡോം ചേട്ടന്റെ ബർത്ത്ഡേ ആണ്. അത് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ എന്തായാലും ഇവരെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉള്ളവരോട് ചോദിക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ തന്നെ ആദ്യം ഇവരെ കുറിച്ച് പറയാം. വാസ്കോ ഞാൻ ഏകദേശം ഇപ്പൊ ഒരു 4-3 വർഷം അടുത്ത് ആവാറായി അവനെ കാണാൻ തുടങ്ങിയിട്ട്. നേരത്തെ ടൈറ്റന്റെ ബൂട്ട് ക്യാമ്പ് തൊട്ട് ഈ ഒരു ടൈം വരെ അവൻ എൻ്റെ കൂടെ ഉള്ളതാണ്. എന്റെ ഏറ്റവും ഇഷ്ടം കാര്യങ്ങളിലൊപ്പം കൂടെ വയ്ക്കുന്ന ഒരാളുകൂടിയാണ്. അതേപോലെ തന്നെ കുറെ കാര്യങ്ങൾ അവൻ ചേഞ്ച് ആയി ഈ ടൈമിൽ. കാരണം നന്നായിട്ട് പണിയെടുത്ത് വന്നവൻ ഇപ്പൊ നല്ല ഫ്ലോപ്പിലാണ് അവൻ നോക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട് പഴയ രീതിയിലേക്ക് പോകാൻ. ആളൊരു തക്കുടുമണി കുണ്ടനാണെങ്കിൽ ആ ഒരു പാവാണ് ഗൈസ്. അതുപോലെ ഡോമേട്ടൻ ഹാർഡ് വർക്കറാണ്, കുടുമണി കുണ്ടനാണ്. ആദ്യമൊക്കെ നല്ല രീതിക്ക് മടിയനായിരുന്ന ആളിപ്പം നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ വെച്ചാൽ ആൾക്ക് ഭയങ്കര ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെയാണ് ചില ടൈമിൽ. അല്ലാതെ വരുന്നില്ല. രണ്ടുപേർക്കും ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പൊ ബാക്കി എല്ലാവരോടും ചോദിക്കാം ഗൈസ്. അപ്പൊ അടുത്തത് നമുക്ക് നമ്മുടെ ബൂട്ട് ക്യാമ്പിലെ പണിക്കാരോട് ചോദിക്കാം ഗൈസ്. എനിക്ക് നിങ്ങളെ അങ്ങനെ വിളിക്കാൻ പറ്റത്തുള്ളൂ. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാ നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത അങ്ങനെയാണ്. ഇവിടുത്തെ 10-36 വയസ്സൊക്കെ ഉണ്ട്. അങ്ങനെ ഇപ്പൊ 21 വയസ്സായെന്ന് പറഞ്ഞ് നടക്കുക. അപ്പൊ അവനെ കുറിച്ച് പൊക്കി പറയണായിരിക്കും. അവനെ കുറിച്ച് മുന്നോട്ട് ചെയ്ത് വെച്ചു. അവനെ കുറിച്ച് അതായത് വാസ്കോ നല്ലവനാണ്. വാസ്കോ അടിപൊളിയാണ്, മുത്താണ്, മുത്തുമണിയാണ്. വാസ്കോ അവന്റെ കുറച്ച് മാറ്റങ്ങൾ എന്താന്ന് വെച്ചാൽ ഇവിടെ വിളിക്കാനുള്ള കുറച്ച് തടി കൂടി. അല്ലാതെ വേറെ മാറ്റം വേണ്ടേ? അതെ, തമാശ പറഞ്ഞ എന്നിട്ട് കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇടക്ക് നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. ഇക്ക അങ്ങനെ പറയാം, അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. പിന്നെ ചില സമയത്ത് അങ്ങനെ പിന്നെ പൊങ്ങും, പിന്നെ താഴെ വരും. അങ്ങനെ പൊക്കോട്ടിരിക്കുവാണ്, പിന്നെ തട്ടിമുട്ടി. അപ്പൊ അങ്ങനെയൊക്കെ തന്നെയാണ്. എന്തായാലും വാസ്കോക്ക് എല്ലാവിധ പ്രധാന ആശംസ. പിന്നെ ഞാൻ കാര്യം പറയട്ടെ, വേറൊരു തക്കട കൊണ്ടിന്റെ ബർത്ത്ഡേ കൂടി ഉണ്ടായിരുന്നല്ലോ. നമ്മുടെ ഡോമിന്റെ ബർത്ത്ഡേ ഉണ്ടല്ലേ? ഡോമിനെ കുറിച്ച് എന്തിപ്പോ വല്ലാത്ത ഉള്ളത് പോലെ പറഞ്ഞാൽ ഡോമിനെ കുറിച്ച് പറയാനിപ്പോ എന്താ, നല്ല വർക്ക് മൈൻഡ് ആണ് ചില സമയത്ത്. ഇല്ലെങ്കിൽ വർക്ക് മൈൻഡ് ഒന്നുമില്ല. എപ്പോഴും പറയുന്നത് നമുക്ക് ഇപ്പോ ഒരാളെ കുറിച്ച് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഇക്കാക്കാണ്. നമുക്ക് അല്ലാണ്ട് ഒരാളെ മുഴുവനായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല. മനസ്സിലാക്കണ പോലെ കഴിയത്തില്ല. എന്താണെന്ന് അറിയില്ല. സോ ഇടയ്ക്ക് പറയുന്നുണ്ട്, അതായത് കഴിവുള്ളവനാണ്, പക്ഷെ അത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയില്ല. ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം ഇങ്ങനെ ചെയ്യുന്നത്. കഴിവുണ്ട്, അത് എവിടെയൊക്കെ ഉപയോഗിക്കണം, എങ്ങനെയൊക്കെ രീതിയിൽ യൂസ് ചെയ്യണം എന്നുള്ളത് അങ്ങനെ പറയുന്നുണ്ട്. ശരിക്കും എനിക്കത് തോന്നിയിട്ടുണ്ട്. കഴിവുണ്ട്, പക്ഷെ ഈ പൊട്ടനെന്താ ചെയ്യുന്ന അതങ്ങനെ കൊറേ പേര് ഇവരെ എണ്ണ ചേർന്ന് കിടക്കും. ഇടയ്ക്ക് ഇങ്ങനെ മറ്റേ അട്ട ചുരുണ്ട് കിടക്കുന്ന ഇങ്ങനെ കിടന്നിറങ്ങും. എന്റെ സ്ലീപ്പിംഗ് പാർട്ട്ണറാണ് പറഞ്ഞത് തന്നെ. എണ്ണ ചേർന്ന് കിടക്കുന്ന ഇടയ്ക്ക് ചെറിയൊരു സംഭവം ഉണ്ടെന്നുള്ളൂ. ബാക്കിയൊക്കെ ഓക്കെ ആണെങ്കിൽ ചെറിയ സംഭവം അതാണ് ഞങ്ങൾക്ക് ചെറിയ സംഭവം. ചെറിയ മണ്ടനാണ് അത് വലിയ സംഭവമാണ്. ചെറിയൊരു ബാക്കിയൊക്കെ പക്കയാണ് ആണല്ലേ. യൂസ് ചെയ്യാൻ അറിയത്തില്ല ഒന്നും. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. അവരെ കുറിച്ച് പറയാനുള്ളത് നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളതൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യും. നമ്മള് മാത്രം പറഞ്ഞാൽ പോരല്ല, കാണുന്നവരും പറയട്ടെ. ഒട്ടും വയ്യ, എന്നിട്ടും നോമ്പെടുക്കും. രാവിലെ അത്താഴത്തിനൊന്നും കഴിക്കും. എന്നിട്ട് പറയും തടി കുറയ്ക്കാനാണ്. ഇനി അതിനകത്ത് സാധനങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം. തലച്ചോറ് ചന്തിയിൽ വെച്ചാ അവർ നടക്കുന്നേ. അറിയില്ല, അതാണ് അന്ന് യൂസ് ചെയ്തത്. ഗൈസ്, അപ്പൊ ഇനി എന്തായാലും അടുത്ത ആൾക്കാരിലേക്ക് പോവാം. ഗൈസ്, അപ്പൊ നമുക്ക് എന്തായാലും കൊമ്പാച്ചനോട് ചോദിക്കാം. കൊമ്പാച്ച കാര്യം ചോദിക്കട്ടെ, നാളെ ഒരാളുടെ ബർത്ത്ഡേ ആരുടെയാണെന്നറിയാമോ? ഓ, നമ്മള് വേറെ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ആർപിയിലൊക്കെ ആണല്ലേ. റിയൽ ലൈഫിൽ ആർപിയില് കാറ്, ഷൂ, ബാഗ്. കൊമ്പാച്ച വാസ്കോനെ എത്ര നാളായിട്ട് കാണുന്നു? അവന്റെ മാറ്റങ്ങളൊക്കെ എന്താ? ഏറ്റവും വലിയ മാറ്റം ആണല്ലേ. നല്ല ഡെഡിക്കേഷനും വർക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരുന്നവൻ ഇത് ഏറ്റവും അലമ്പന.
എന്താ പറയാ അവൻ തീറ്റ കൂടി. വേറെ കാര്യം അവന് വന്ന് ഇറങ്ങിയപ്പോ ഞാൻ നമ്മളാണ് അവരെ വിളിക്കാൻ പോയത്. അന്ന് വന്ന സമയത്ത് നമ്മൾ ചായക്കടയിൽ നമ്മള് ചായ പറഞ്ഞു. അവരോട് എന്തെങ്കിലും പറയാൻ പറഞ്ഞിട്ട് അവൻ പറയുന്ന ഒരു സാധനം പറഞ്ഞു എനിക്ക് വേണ്ടാന്ന്. ഇടയ്ക്ക് പിന്നെ ചായ ഇങ്ങനെ കുടിക്കുന്നു പറഞ്ഞു. അവൻ പറയാനത് ഷുഗറാണെന്ന്. ഷുഗറാണെന്ന് അവൻ പറഞ്ഞു. ഇന്നത്തെ കാണാം ഒരു ചായക്കടയിൽ കയറിയ ആദ്യത്തെ 5 ഉള്ളി വടയും പരിപ്പോട് അവന്റെ വായിലായിരിക്കും. അത് നല്ലൊരു മാറ്റമാണ് കേട്ടോ അവന്റെ. ടോം ജെന്നെ കുറിച്ച് എന്തെങ്കിലും? ഡോമിനെ കുറിച്ച് വലിയ അധികാരമായിട്ടൊന്നും എനിക്ക് പറയാനില്ല. പക്ഷെ ആശാ ഇപ്പൊ നല്ലതായിട്ട് വർക്കും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. വന്ന സമയത്ത് ഭയങ്കര മടിയായിരുന്നു. എന്നാലും ഇപ്പോഴും ഒരു കളതരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്കൊന്ന് കണ്ണു മാറിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉറങ്ങായിരുന്നു. ജസ്റ്റ് ഒരു കാലെടുത്തിട്ടാ അപ്പൊ ഇങ്ങനെ ആയിരുന്നു വർക്ക്. ക്യാരക്ടർ ഇതുവരെ മാറിയിട്ടില്ല ആശാനെ. എന്തായാലും നമ്മുടെ ടോക്കി ബൈ അടിക്കും. ടോക്കി ബൈ വാസ്കോനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഏറ്റവും കൂടുതൽ വാസ്കോയുടെ കൂടെ ഇപ്പൊ നടക്കുന്നത് ടോക്കി ബൈ. പറ. വാസ്കോനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ തുടക്കം കണ്ടപ്പോ വാസ്കോനെ ടൈറ്റിൽ വെച്ച് കാണുന്നത്. അന്ന് എന്റെ വിചാരി ഇവന് ഭീമാകാരനായ ഒരാളല്ല. എന്നിട്ട് ഇവരെ എന്ത് ചോദിച്ചാലും നമ്മൾ ഒരുമിച്ച് അന്ന് നീ ഇല്ല, നീ വരുന്നുള്ളൂ വീട്ടിലായിരുന്നു. ആദ്യത്തെ ഒരു 3-4 ദിവസം ഞാനും ഇവന് മാത്രമുള്ള അവിടെ വിശക്കുമ്പോ എങ്ങനെ പറയാ കഴിക്കണ്ടേ. അതോ ഒരു രാക്ഷസൻ. അപ്പൊ എനിക്ക് പേടിയായിരുന്നു ഇവരെ. ഓവർ തട്ടില്ല, ഫിറ്റ് ആയിരുന്നു, നല്ല പൊക്കമുണ്ടില്ല. മാസ്കോ ഫുഡ് കഴിക്കാം ഇങ്ങനെയല്ല എന്ത് ചോദിച്ചാലും അങ്ങനെ ഒരു ഭയങ്കര ഇതായിരുന്നു. അത് കഴിഞ്ഞ ഒരു ദിവസം രാത്രി നമ്മള് രണ്ടുപേരും ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ആള് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്റെ അടുത്ത് കരഞ്ഞു. പിന്നെ ഇവിടെ വന്നിട്ട് വലിയ കമ്പനി ഉണ്ടായില്ല. ഈ അടുത്ത ഒരു കൊല്ലായിട്ടാ ഭയങ്കരമായിട്ട് കമ്പനി ആവുന്നത്. ഇൻട്രോവേർട്ട് ആയിരുന്നു ഇവിടെ തുറക്കാൻ വന്നപ്പോ. എന്നിട്ട് ഇവനിപ്പോ മാറ്റം എന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. നന്നായി തിന്നുന്നുണ്ട്. എത്ര പറഞ്ഞിട്ട് കുറയ്ക്കുന്നില്ല. പിന്നെ ഇടയ്ക്ക് നമ്മൾ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒക്കെ എടുക്കുന്ന പോലെ അവന് ജിമ്മിൽ പോകണം, വണ്ണം കുറയ്ക്കണം എന്നൊക്കെ പറയും. ഞങ്ങളുടെ അടുത്ത് പറയും അളിയാ നാളെ തൊട്ട് ഞാൻ ജിമ്മില്ല, നിങ്ങളെ ചായ കുടിക്കാൻ പോകണമെങ്കിൽ എന്നെ വിളിക്കരുത്, വെറുതെ നിങ്ങളായിട്ട് പ്രേരിപ്പിക്കരുത്. വേണം അളിയ എന്റെ തടിയൊക്കെ. അപ്പൊ ഞാൻ വിളിക്കില്ല, എന്റെ ഇവന് വിളിക്കില്ല. അത് കഴിഞ്ഞ് അവിടെ പോകുമ്പോഴേ വെറുതെ വരും ചായ കുടിക്കാനാ. ഞാൻ വെറുതെ അവിടെ നിന്നിട്ടുണ്ടല്ലേ നമ്മള് ചായ കുടിക്കണ്ടേ നോക്കും. ചായ വേണ കുറച്ച് വെള്ള സ്ഥലത്ത് കാണാം. അതിന് കുറച്ചൊക്കെ നോക്കിയായിട്ട് അതിന് പതുക്കെ പോകണ്ട വേണ്ടില്ല നോക്കും തീറ്റ. ഇതാണ് അവരുടെ ഡയറ്റിങ്. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് മാറ്റം. ഡോമിനെ കുറിച്ചാ? എന്തൊരു ഡോമ് ഗൈസ് ഇപ്പൊ ഡോമ് കുറച്ച് സെലിബ്രിറ്റി ആവുന്നുണ്ട്. ഡോമിന് അതിലേക്ക് ജാട വന്നിട്ടുണ്ട് ഇപ്പൊ കുറച്ച്. നമ്മളൊന്നും കാര്യമായിട്ട് മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല. നന്നായി പടം വരയ്ക്കും. ഡോമിന് നല്ല ടാലന്റഡ് ആണ്. ഇവിടെ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ ഒരു ടാലന്റിൽ ഏറ്റവും കൂടുതൽ ഇത് ചെയ്തിരിക്കുന്ന ആളെ. ഇപ്പൊ എനിക്ക് പാട്ട് പാടാൻ അറിയാം, എന്നാലും ഭയങ്കരമായിട്ട് പാട്ട് പാടില്ല. ഒരു കഴിവില്ല. കുറച്ചൊക്കെ പാട്ട് പാടാൻ അറിയാം, എന്നാലും ഭയങ്കരമായിട്ട് വലിയ കഴിവില്ല. ചെറുതായിട്ട് ചെറുതായിട്ട്. പക്ഷെ ഡോം എന്ന് വെച്ചാൽ പണം വരയില്ല. അയാളുടെ മാക്സിമം ലെവലായാലും ഞാൻ ഉണ്ടാക്കണതിൽ ഏറ്റവും മാക്സിമം ലെവൽ വരയ്ക്കും. കാരണം 2-3 മിനിറ്റ് കൊണ്ട് 5 മിനിറ്റ് കൊണ്ടൊക്കെ ഒരാളെ പെട്ടെന്ന് വരയ്ക്കും. ഇതൊക്കെ ഏകണ്ടല്ല ഞാൻ ഉണ്ടാക്കണതിൽ ഏറ്റവും നല്ലതാ. എനിക്കിപ്പോ കുറച്ച് ചാടി പിന്നെ ആറ്റിറ്റ്യൂഡ്. ഇപ്പൊ ഇതേപോലെ ക്യാമറ അയാളുടെ മുമ്പിൽ ഓണാക്കണെങ്കിൽ ഇങ്ങനെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാ ചെറിയ പൊട്ടത്തിന്. എന്തായാലും വാസ്കോനെ ഡോമിനെ കുറിച്ച് 2 വാക്ക്. വാസ്കോയെ കുറിച്ച് പറയാം. വാസ്കോ ഒരു വാസ്കോ. അല്ല ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒരുപാട് അവനെ കളിയാക്കാറുണ്ട്. ഇവനെ കളിയാക്കാനില്ലെങ്കിൽ ഇവിടെ സത്യം പറഞ്ഞാൽ ബോറടിക്കും. പക്ഷെ അവനത് ആദ്യമൊക്കെ ഫീൽ ആവുന്ന എനിക്ക് തോന്നി. മാറിയിരുന്നു കരയിരുന്നില്ലടാ. അവന് വിഷമം വരും. നമ്മള് കുറച്ചുകൂടെ ഫുഡ് കൊടുക്കും അപ്പൊ മാറി. അങ്ങനല്ല, വാസ്കോനെ ഞാൻ ഫസ്റ്റ് കാണുന്നത് കൊമ്പന്റെ വണ്ടിയുടെ ബൈക്കില് പിക്ക് ചെയ്തിട്ട് വന്ന് വാസ്കോനെ ഫസ്റ്റ് കാണുന്ന അവിടെ വെച്ചിട്ട്. അതിന് കണ്ടിട്ട് പിന്നെ ഇവിടെ ടൈറ്റന്റെ ക്യാമ്പിൽ വെച്ചിട്ട് ചപ്പാത്തി ഒക്കെ വാങ്ങി ഉള്ളി മസാല വിട്ടിട്ട് അപ്പഴേ ഫുഡ് ബ്ലോഗർ ആവുന്ന എന്റെ മൈൻഡില് ഇവന്റെ മൈൻഡിൽ പോലും ഉണ്ടാവില്ല അല്ലേ.
എല്ലാരും പോലെ ഇങ്ങനെ വരുന്നു, ആരെയും കാണുമ്പോ ഇങ്ങനെ ഒട്ടിക്കും, ചൂടുന്നു, കേൾക്കുന്നു, പോകുന്നു. ഭയങ്കര ആറ്റിറ്റ്യൂഡ്. ഞാൻ വിജിബ്രോട് അവൻ എന്തിനാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്? സത്യമായിട്ടും ഞാൻ ഫസ്റ്റ് നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന പലരെ നമുക്ക് ഇഷ്ടമല്ലെങ്കിലും ഇഷ്ടപ്പെടാത്ത രീതിയിലാണെങ്കിലും പിന്നീട് നമുക്ക് പോകുമ്പോൾ ഒരുപാട് ഇഷ്ടപ്പെടുമെന്ന് പറയുന്ന ഇതാണ്. പക്ഷെ എപ്പോഴും ഇഷ്ടമല്ല. അപ്പൊ അവിടെ നിന്ന് ഇടയ്ക്ക് ഞാൻ ഇവിടെ എല്ലാവരും പറയായിരുന്നു, നമ്മുടെ ഈ ബൂട്ട് ക്യാമ്പല്ല, പഴയ ബൂട്ട് ക്യാമ്പിൽ വെച്ചിട്ട് ഞാൻ എല്ലാവരോടും പറയും, വാസ്കോ നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാമ്പിൾ ആണെന്ന്. ഇപ്പോഴും അവൻ എക്സാമ്പിൾ ആണ്. ഇതുപോലെ ആവരുത്. ഈ മാസം എത്ര വീഡിയോ ഇട്ടടാ? എത്ര ദിവസമായി? 23. ബർത്ത്ഡേ കഴിഞ്ഞ് വീട്ടിൽ പോവല്ലേ? തിരിക്കണം. എന്റെ സൂണ സത്യം പറഞ്ഞ ഓഡിയൻസ് ഒന്ന് കമന്റ് ചെയ്യുന്നുണ്ട്, എന്തിനാണ് ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞ് ഗെയിമേഴ്സ് എന്ന് പറഞ്ഞ് വരെ നിർത്തിയിരിക്കുന്നത്? ലൈവ് ഇല്ല, വീഡിയോ ഇല്ല. സത്യം പറഞ്ഞാൽ പണിയെടുക്കുന്നവരൊക്കെ ഇവിടെ നിന്ന് പുറത്തുപോയി പണിയെടുക്കേണ്ട അവസ്ഥ. അതാണ് ചാർലി പുറത്തുപോയി പണിയെടുക്കുന്നത്. ഒരു കാര്യം പറയാം, നമ്മളിവനെ കളിയാക്കും, പക്ഷെ അത് കണ്ട് പുറത്തുനിന്ന് ആരെയും കളിയാക്കിയ ബോഡി ഷേവിങ് ചെയ്യുന്നടാ പട്ടികളെ. ഇത് വലിയൊരു കഥയാണ്. ഇത് ടൈറ്റൻ സ്പോർട്സ് തുടങ്ങുന്ന കഥയാണ്. വിജിബ്രോ വന്ന് നമ്മൾ അതിന്റെ ഇനാഗ്രേഷൻ നടക്കുന്ന സമയത്ത് മതിലിൽ ഇങ്ങനെ മാപ്പ് പ്രിന്റ് ചെയ്യണമെന്നുള്ള ആശയം പറഞ്ഞു. നമ്മുടെ ഒരു പയ്യുണ്ട്, വരയ്ക്കും, ഇത്രയും കാശൊന്നും ആവില്ല, ഒരു ഭയങ്കര ഇതാണെന്ന് പറഞ്ഞു. അവസാനം ഞാൻ വരച്ചു. ഡ്രോയിങ് പോലും അറിയാതെ ഇക്കാണോ വരയ്ക്കുന്ന അവസ്ഥ. ബോർഡർ വരച്ചിട്ടുണ്ട്. അവസാനം ഞാൻ തന്നെ ഞാൻ നോക്കും വരക്കുന്നുണ്ട്. അയ്യോ ഇക്ക അങ്ങനെ വളർന്നു പോട്ടെ. തീരുന്നില്ല. രണ്ട് വിജിബ്രോ ആദ്യം ചോദിച്ചാൽ എത്ര രൂപ? 2000, 3000, 10-12,000 രൂപയ്ക്ക് പെയിന്റ് സാധനം തീരുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് അപ്പൊ കുറെ ദിവസം നിന്ന് മെനക്കിട്ട് വരച്ച്, കാരണം ഒരു 2 ദിവസത്തെ വർക്ക് ഒരാഴ്ച 10 ദിവസം ആക്കി. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവനെ നമ്മളിങ്ങനെ നോക്കണം, അല്ലെ വിജിബ്രോ ഞാൻ നോക്കണം. ഇപ്പൊ വരയ്ക്കാന്നും പറഞ്ഞു. അതുവരെ ഗെയിമേഴ്സിന്റെ മറ്റേ ഇവന്റെ കൂടെ കളിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു അല്ലെ, ഇവിടെ കളിക്കുന്ന ആരൊക്കെ ഉണ്ടായിരുന്നു, പരിചയമുള്ള ഗെയിമേഴ്സ് ടൈറ്റനിലുള്ള ആരൊക്കെ ഉണ്ടായിരുന്നു അല്ലെ? ഒരു പരിചയമില്ലാതെ നീ അവരുടെ സംസാരിച്ചോണ്ടേ. ഇവരോട് 24 hours കഥയാ. ഞാനും വിജിബ്രോ എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്തിട്ട് തിരിച്ചു കയറി വരുമ്പോ പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ പെയിന്റ് എടുക്കും, അടിക്കാൻ നോക്കുമ്പോ ഇത് ഡ്രൈ ആയിരിക്കും. അങ്ങനെയൊക്കെ ഉള്ള ഇതിന് പരിചയപ്പെട്ട് വന്നേരം ഡോമിനെ. പിന്നെ അതിനുശേഷം ഇവൻ പോയി ടൈറ്റനിൽ അതൊക്കെ കഴിഞ്ഞ് പോയി. വിജിബ്രോ എന്തെങ്കിലും അവന് കൊടുക്കണേക്കാ. ഞാൻ പറഞ്ഞു ശരി കൊടുക്കാന്ന്. വിജിബ്രോ എന്തെങ്കിലും വണ്ടിക്കൂലി കൊടുക്കാന്ന് പറഞ്ഞ് അവന്റെ അടുത്ത് ചോദിച്ചപ്പോ ഇപ്പൊ 1 ലക്ഷം വേണ്ട ചോദിച്ചു. ഡിമാൻഡ് കളയുന്നില്ല. അവിടെ നിന്ന് ഇവൻ വീട്ടിൽ പോയി. പിന്നെ നമ്മുടെ എറണാകുളത്ത് വെച്ചുള്ള മീറ്റപ്പ്, അതായത് നമ്മുടെ സെക്കൻഡ് മീറ്റപ്പിന് ഒരു സാധനം വരയ്ക്കാൻ, ഒരു സൂപ്പർമാനെ പോലെയൊക്കെ നമ്മൾ ഇരിക്കുന്ന ഒരു സാധനം, ഒരു മാർവൽ ഒരു സാധനം ചെയ്യാൻ വേണ്ടിട്ട് വരയ്ക്കാൻ വേണ്ടി ഞാൻ വിളിച്ചു എത്തിയ സമയത്ത് എനിക്ക് ഇവന്റെ ഇങ്ങനെ ആശയം തോന്നി. കാരണം ഇത് വരയ്ക്കാൻ എടുക്കുന്ന ടൈം പിന്നീട് അത് യൂസ് ചെയ്യാനോ പ്രിന്റ് ചെയ്യാനോ പറ്റത്തില്ല. ഞാൻ പറഞ്ഞാ നമുക്ക് ഡിജിറ്റലി വരയ്ക്കണം, എനിക്ക് കഴിവുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ മറൈൻ ഡ്രൈവ് ഒക്കെ സെക്കൻഡ് പെന്നുള്ള എന്തെങ്കിലും ടാബിൽ വരയ്ക്കാൻ പറ്റും. സാംസങ് അങ്ങനെ വരയ്ക്കാനൊക്കെ നോക്കി. ആ ഒരു ആശയം അവന്റെ ഇട്ട് കൊടുത്തു. പക്ഷെ അവൻ വേറെ പുറത്ത് വർക്ക് ചെയ്താണ് ഐപാഡ് അച്ചീവ്മെന്റ്. അപ്പം അന്നേരം അവിടെ നിന്ന് ടാബ് പിടിച്ച് വരയ്ക്കാൻ തുടങ്ങിയ ഡോം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇനി നിങ്ങൾ അറിയാൻ പോകുന്നേ ഉള്ളൂ. എന്തൊക്കെയാണ് ഒന്നുമില്ല. യാഥാർത്ഥ്യം പൊക്കി പറയണോ? അതൊക്കെ മതി. ഇവിടെ ഇപ്പം നമ്മുടെ ജാബിയെ പോലെ തന്നെ കുറെ കാര്യം, ഇച്ചിരി ജാടയും ആറ്റിറ്റ്യൂഡ്, അതായത് അപ്പം ജാബിനെ പോലെ തന്നെ കുറെ കാര്യങ്ങൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഷൂട്ട് ചെയ്യാനും വീഡിയോ എടുക്കാനും എല്ലാം സപ്പോർട്ട് ചെയ്ത് നിൽക്കാറുണ്ട്. പിന്നെ ചില സമയത്ത് ഇഞ്ചി സ്വഭാവങ്ങളുണ്ട്. ഞാൻ നല്ല രീതിക്ക് അതങ്ങ് ഇഞ്ചിയാക്കി വീണ്ടും തിരിച്ചു കൊടുക്കുമ്പോൾ പിന്നെ സോറി പറഞ്ഞു വരും. ഇപ്പൊ അവൻ ഇവിടുത്തെ നമ്മളിലൊരു ഒരാളാണ് അല്ലെ. അഹങ്കാരം കുറയ്ക്കട്ടെ, അവൻ ജാട കുറയ്ക്കട്ടെ. 2300 ഫോളോവേഴ്സ്. നിങ്ങളെ അൺഫോളോ ചെയ്യട്ടെ. എല്ലാരും അൺഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. വലിയ ആർട്ടിസ്റ്റൊക്കെ വലിയ മേഖലയിലൊക്കെ ആകുമ്പോൾ വന്ന വഴി മറക്കരുത്.
ഓക്കെ. അപ്പൊ ഇനി കുറെ ബർത്ത്ഡേക്ക് നിനക്ക് ആഘോഷിക്കാൻ പറ്റട്ടെ. ഏറ്റവും ആകുന്ന സമയം അടുത്ത വർഷം ഞാൻ മുങ്ങിക്കോളാം. അപ്പൊ ഞാൻ മുങ്ങും. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ട് തമാശക്ക് ഒരു മിഠായെങ്കിലും വാങ്ങി ബർത്ത്ഡേക്ക് തരാം, അല്ലെങ്കിൽ അളിയ ഹാപ്പി ബർത്ത്ഡേ എന്നെങ്കിലും പറയാൻ നേരിട്ട് കാണാൻ വേണ്ടി വിളിക്കുമ്പോൾ സ്കിപ്പ് ചെയ്യില്ല ഇവനെ പോലെ. അതെ, എന്തൊരു മനുഷ്യനാ. അന്ന് രാത്രി വീട്ടിൽ പോയി ആഘോഷിക്കാന്ന് പറഞ്ഞാണ് ഇങ്ങോട്ട് അടിച്ചിടക്ക്. അല്ല അല്ല, എനിക്കിതിപ്പോ ശീല, കുറെ കാര്യങ്ങൾ ശീല. നോക്കി ഇത് വാഴ, ഇത് വാഴ, ഇത് മരവാഴ. എന്തായാലും 3 വാഴയാന്ന് പറഞ്ഞു. വാഴന്ന് പറഞ്ഞപ്പോ വാഴയല്ല, അത് ബാക്കൊന്ന് വിളിച്ചിരിക്കുന്നു. എന്റെ മോൻ എന്താ നിനക്ക് എന്ത്? ഞാൻ പറഞ്ഞ ഇവിടെ മമ്മി ഇവിടെ എന്തെന്ന് 4 അയില കൊടുത്ത് മേടിച്ചാന്ന് ഇവിടെ വിശ്വസിക്കുന്നില്ല. ആണ്. അപ്പൊ ഇതേപോലെ പറ്റുന്ന പോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെയും ബർത്ത്ഡേ ഇതേപോലെ സെലിബ്രേറ്റ് ചെയ്യാ അല്ലേക്കാ. പിന്നെ തീർച്ചയായും നമ്മള് ചെറുതായിട്ടായാലും കഴിയുന്ന രീതിയിലായാലും ഇപ്പൊ ഇതിൽ തന്നെ എത്ര പേര് ഇവിടെ വരുന്നതിന് മുന്നേ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ, സത്യമായിട്ട് ഞാൻ ചെയ്തിട്ടില്ല. അതൊരു നല്ല ഓർമ്മകളാണ് ലൈഫിൽ. പിന്നീട് എടുത്ത് നോക്കുന്ന സമയത്ത് കഴിയുന്ന രീതിയിൽ എല്ലാവരും അവരുടെ ഫ്രണ്ട്സിന്റെ ആയാലും വീട്ടുകാരുടെ ആയാലും ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ നോക്കുക. അപ്പൊ ചെറിയൊരു വീഡിയോ ഇവിടെ കൊണ്ട് എന്ത് ചെയ്യണം? അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ, ലവ് യു ഓൾ, ടാറ്റാ.